ഇന്ന് വീട്ടിൽ അരി കൊണ്ടുണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതിനിവിടെ ശർക്കര പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വേണ്ടതാണ് നാളികേരം. ഇവിടെ കൊപ്ര നാളികേരം നമുക്ക് കിട്ടിയിട്ടുള്ളത്. കൊപ്ര നാളികേരമായാലും സാധാ നാളികേരം കുഴപ്പമില്ല. അരമുറി നാളികേരം എടുക്കാൻ എന്നിട്ട് അത് പൊടിച്ച് വെച്ചതാണ്. അത് ഈ പരുവത്തിൽ അതിങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നല്ല അരി വേണത്തിന് വേണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കുറുവ അരിയാണ് എടുക്കുന്നത്. കുറുവ അരി, ജയ അരിയൊക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നന്നായിട്ട് വറുത്തതിൻ്റെ ശേഷം ഈ പരുവത്തിൽ മിക്സി ഒന്ന് പൊടിച്ചെടുക്കാം. കുറച്ച് തെറ്റ് തരുന്നതിനായാലും കുഴപ്പമില്ല. ഈ രീതിയിലൊന്ന് പൊടിച്ചെടുക്കുക. വല്ലാത്ത നൈസായിട്ട് വേണമെന്നില്ല. നമ്മളൊരു പാത്രത്തിലേക്ക് ഇത് കൊട്ടി വയ്ക്കുക. ചൂടാനതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നീട് നമ്മൾ ചെറുകി വെച്ച നാളികേരം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മിനിറ്റ് നേരം എന്നിട്ട് അങ്ങനെ തന്നെ വെക്കണം. നമ്മൾ സെറ്റാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 10 മിനിറ്റ് വെക്കണം എന്ന് പറയുന്നത്. ശേഷം പിന്നെ കൈ കൊണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉരുളയൊക്കെയുള്ള പാകത്തിനൊക്കെയായി നമുക്കതിങ്ങനെ ഇതുപോലെ ഉരുളയാക്കി എടുക്കാവുന്നതാണ്. നല്ല പ്രസ് ചെയ്തിട്ട് വേണം നമുക്കത് ഉരുളയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.